സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി മലപ്പുറത്ത് സഹകരിക്കുമെന്ന തീരുമാനം ലീഗ് ജില്ലാ നേതൃത്വം തിരുത്തി. മലപ്പുറത്ത് വികസന സദസ്സ് സംഘടിപ്പിക്കാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം വലിയ വാർത്തയായതോടെ ലീഗിന്റെ ഉന്നത നേതൃത്വം ഇടപെടുകയായിരുന്നു. സംസ്ഥാന തലത്തിൽ വികസന സദസ്സ് ബഹിഷ്കരിക്കാൻ UDF നേതൃത്വം ആഹ്വാനം ചെയ്തതിന് പിന്നാലെ മലപ്പുറത്ത് ലീഗ് ജില്ലാ നേതൃത്വം വിരുദ്ധ നിലപാടെടുത്തത് വിവാദമാകുമെന്ന സ്ഥിതി വന്നതോടെയാണ് ഉന്നത നേതൃത്വം ഇടപെട്ട് തിരുത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ച വികസന സദസ്സിനോട് സഹകരിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം UDF കൺവീനർ അടൂർ പ്രകാശ് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പരിപാടിയുമായി സഹകരിക്കണമെന്ന് ഇന്ന് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ P. അബ്ദുൽ ഹമീദ് MLA ആണ് മലപ്പുറത്ത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും വികസന സദസ്സുകൾ നടത്താൻ ആദ്യം നിർദ്ദേശം നൽകിയിരുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ ഇടപെട്ട് മലപ്പുറം ജില്ലാ നേതൃത്വത്തോട് തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പരിപാടി മലപ്പുറത്ത് ഗംഭീരമായി നടത്തണമെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശത്തിലുണ്ടായിരുന്നത്. അതാത് തദ്ദേശ ഭരണകൂടങ്ങൾ പരിപാടി നടത്തിയില്ലെങ്കിൽ CPIM ഇടപെട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാരെ ഉപയോഗിച്ച് പരിപാടി സംഘടിപ്പിക്കുമെന്നായിരുന്നു വികസന സദസ്സ് നടത്താനുള്ള നിർദ്ദേശത്തിന് ന്യായീകരണമായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ലീഗ് അവരുടെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് UDFന്റെ പൊതു തീരുമാനത്തിന് വിരുദ്ധമായി വികസന സദസ്സുമായി സഹകരിക്കുന്നത് മുന്നണിക്ക് തിരിച്ചടിയാകുമെന്ന് UDF നേതൃത്വം ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. മലപ്പുറം ജില്ലാ ലീഗ് നേതൃത്വത്തിന്റെ സർക്കുലർ മുന്നണിയിൽ ഭിന്നതയുണ്ടാവുമെന്ന് വരുത്താൻ CPIMന് സഹായകരമാകുമെന്നും UDF നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത്. ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം മുൻ നിലപാട് തിരുത്തിയത് UDF നേതൃത്വത്തിനും ആശ്വാസകരമാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.